പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ റോഡുകളിലെ AI ക്യാമറയൊന്നും മിഴി തുറന്നിരുന്നില്ല. ചില സാങ്കേതിക തകരാറുണ്ടായിരുന്നു. അവയ്ക്ക് പൈസ അടച്ചിരുന്നില്ല. ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ സൂക്ഷിച്ചോളൂ, ജാഗ്രതയായി. സംസ്ഥാനത്ത് MVD ക്യാമറകൾ വീണ്ടും പ്രവർത്തന സജ്ജം. ജിയോ ഇന്റർനെറ്റ് പുനഃസ്ഥാപിച്ചിരിക്കുന്നു. ഗതാഗത മന്ത്രിയുടെ ഇടപെടലിൽ കെൽട്രോണുമായി ധാരണയിലെത്തിയതിനെ തുടർന്നാണ് പ്രശ്നപരിഹാരമായത്. ക്യാമറ വഴിയുള്ള ഫൈൻ ചുമത്തൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. MVDയുടെ 726 ക്യാമറകളാണ് നിലച്ചിരുന്ന ക്യാമറകൾ തുറന്നിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി അതുകൊണ്ട് റോഡിൽ AI ഫൈൻ അടിക്കില്ലല്ലോ എന്ന് കരുതി പാഞ്ഞു പോകാമെന്നോ ട്രാക്ക് തെറ്റിക്കാമെന്നോ റെഡ് ക്രോസ് ചെയ്യാമെന്നോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ട് ഹെൽമെറ്റ് വെച്ച് മുന്നോട്ട് പോവുക. ഇല്ലെങ്കിൽ ഫൈൻ വരും എന്നത് ഉറപ്പാണ്. അശ്വിൻ ഡിയാഗുണ്ട്. അശ്വിൻ, വെരി ഗുഡ് മോർണിംഗ് അശ്വിൻ. കണ്ണടച്ചിരുന്ന ക്യാമറകൾ വീണ്ടും തുറന്നു തുടങ്ങിയോ? അപ്പോ ഇനി നമ്മൾ ഫൈൻ പ്രതീക്ഷിക്കണം അല്ലേ? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. അതുതന്നെയാണ്. കാരണം സംസ്ഥാനത്ത് ഏതാണ്ട് 3 ആഴ്ചയിലധികമായി മോട്ടോർ വാഹന വകുപ്പിന്റെ AI ക്യാമറകളൊന്നും തന്നെ പ്രവർത്തിച്ചിരുന്നില്ല. 55 കോടി രൂപയാണ് കെൽട്രോണിന് റോഡ് സേഫ്റ്റി അതോറിറ്റി നൽകേണ്ടിയിരുന്നത്. ഈ പണമില്ലാത്തത് കൊണ്ട് തന്നെ ഇന്റർനെറ്റ് സേവനദാതാക്കളായ ജിയോയ്ക്ക് പണമടയ്ക്കാൻ കെൽട്രോണിന് കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് ഇവർ ഈ ഇന്റർനെറ്റ് വിച്ഛേദിച്ചത്. അതുകൊണ്ട് തന്നെ ഈ AI ക്യാമറകൾ വഴി റെക്കോർഡ് ചെയ്യപ്പെടുന്ന നിയമലംഘനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഡേറ്റാബേസിലേക്ക് അയക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ ഒരു ട്രാൻസ്ഫർ മുടങ്ങിയതോടുകൂടിയാണ് സംസ്ഥാനത്ത് ഈ വാഹനങ്ങളിൽ നടത്തുന്ന നിയമലംഘനങ്ങൾക്ക് പിഴ നൽകാൻ കഴിയാതിരുന്നത്. അതിലാണ് ഇപ്പോൾ മന്ത്രി ഏതാണ്ട് 22 ദിവസത്തിന് ശേഷം ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളത്. ചർച്ചയ്ക്കൊടുവിൽ ഈ കെൽട്രോണുമായി ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. ജിയോ തൽക്കാലത്തേക്ക് അവരുടെ സേവനം തിരിച്ചു നൽകിയിട്ടുണ്ട്, പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇനി മുതൽ അങ്ങോട്ട് ഈ വാഹനങ്ങളുടെ പിഴ ചുമത്തി തുടങ്ങും എന്നുള്ളതാണ്. കാരണം നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയും ദിവസത്തെ ഒരു ഗ്യാപ്പുണ്ട്. ഈ സർക്കാരിലേക്ക് കിട്ടേണ്ടിയിരുന്ന പൈസയാണ്, അത് കിട്ടിയിരുന്നില്ല. മാത്രമല്ല, ഇനി 55 കോടി രൂപ കെൽട്രോണിന് നൽകാനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഊർജിതമായി ഡബിൾ ഇരട്ടി വേഗത്തിൽ ഫൈൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം നൽകിയിരുന്ന ഒരു ഇളവ് ഉണ്ടാകില്ല. ഇനി മുതൽ എല്ലാവരും നിയമം പാലിക്കേണ്ടി വരും. കാരണം AI ക്യാമറ വഴി ഏറ്റവും വേഗത്തിൽ കൂടുതൽ ഫൈൻ അടച്ച് അത് പോലീസ് കെൽട്രോണടക്കം കൈമാറേണ്ടതുണ്ട്. മാത്രമല്ല, ഇത്ര ദിവസം നഷ്ടം നികത്തേണ്ട ഒരു ആവശ്യകത കൂടിയുണ്ട്. കാരണം മോട്ടോർ വാഹന വകുപ്പാണ് ബെപ്കോ കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്ത് നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. അതിൽ ഏറ്റവും കൂടുതൽ തന്നെ ലഭിക്കുന്നത് AI ക്യാമറകൾ വഴിയുള്ള ഫൈൻ ഈടാക്കൽ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ റോഡിൽ ഇറങ്ങി ഈ ഒരു 21 ദിവസത്തെ റിലാക്സേഷൻ കിട്ടില്ല. സൂക്ഷിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൊള്ളാം. കാരണം ഇനി ഈ കടങ്ങൾ തീർക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പെറ്റിയടിച്ചു തുടങ്ങുമെന്നുള്ളതാണ് വാസ്തവം. അരുൺ, അതാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അശ്വിൻ ഡിയാഗോ പറഞ്ഞത് പ്രേക്ഷകർ ശ്രദ്ധിച്ചല്ലോ. ക്യാമറ ഓണാണ്. അപ്പോൾ നിലത്തിൽ ഇറങ്ങുമ്പോൾ ട്രിപ്പിൾ അടിക്കാമെന്ന് കരുതിയാൽ, ഹെൽമെറ്റ് വയ്ക്കാതെ ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതിയാൽ വേണ്ട. അവിടെ ക്യാമറയുണ്ട്. ക്യാമറ മെഴി തുറന്നിരിക്കുന്നു. ജിയോ കണക്ടിവിറ്റി ഇപ്പോൾ റീഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഫൈനടിക്കും. ഏതെങ്കിലും തരത്തിൽ ചട്ടവിരുദ്ധമായിട്ട് നിങ്ങൾ റോഡിലൂടെ വണ്ടി ഓടിച്ചാൽ. അപ്പോൾ